തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ പ്രതിപക്ഷ നേതാവിന് CBI കുരുക്കുമായി വിജിലൻസ്. പുനർജനി പദ്ധതിക്കായി ചട്ടം ലംഘിച്ച് വിദേശ ഫണ്ട് എത്തിച്ചത് CBI അന്വേഷിക്കണമെന്ന് ശുപാർശ. സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം എത്താത്തതിനാൽ അഴിമതി നിരോധന നിയമം നിലനിൽക്കില്ല എന്നും വിജിലൻസ്. ശുപാർശകൾ കണ്ടു പേടിച്ചെന്ന് പറയാൻ സതീശന്റെ പരിഹാസ പ്രതികരണം. നിയമസഭയിൽ വെന്നിക്കൊടി പാറിക്കാൻ തന്ത്രം മെനഞ്ഞ് കോൺഗ്രസിന്റെ ബത്തേരി ക്യാമ്പ്. സ്ഥാനാർത്ഥി നിർണയവും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയിൽ. ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളെ പിണക്കരുതെന്ന് ലീഡേഴ്സ് സമ്മിറ്റിൽ K. മുരളീധരൻ. ഭിന്നാഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയണമെന്ന് ശശി തരൂർ. മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചതിൽ ഉറച്ചു വെള്ളാപ്പള്ളി നടേശൻ. ന്യൂസ് മലയാളം ഹലോ മലയാളത്തിൽ. തീവ്രവാദി എന്നാൽ തീവ്രമായി വാദിക്കുന്നയാളെന്നും വ്യാഖ്യാനം. ഞാൻ മതതീവ്രവാദി എന്നല്ല പറഞ്ഞത്, തീവ്രവാദി എന്നാണ് പറഞ്ഞത്. തീവ്രവാദി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാൽ തീവ്രമായി സംസാരിക്കുന്നത് തീവ്രവാദി, മിതമായി സംസാരിക്കുന്നത് മിതവാദി. UDF-മായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനം. ലീഗിനെ തൃപ്തിപ്പെടുത്താൻ കോൺഗ്രസ് നടത്തുന്നത് ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന പണി. SNDP ആരുടെയും വാലോ ചൂലോ അല്ലെന്നും വെള്ളാപ്പള്ളി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാമുദായിക സമവാക്യങ്ങൾ അനുകൂലമാക്കാൻ BJP. വർഗീയ പരാമർശങ്ങൾ ആവർത്തിക്കുന്ന വെള്ളാപ്പള്ളിയെ ഒപ്പം നിർത്താൻ ആദ്യ നീക്കം. കണിച്ചുകുളങ്ങരയിലെത്തി കൂടിക്കാഴ്ച നടത്തി പ്രകാശ് ജാവ്ദേക്കർ. വെള്ളാപ്പള്ളിയെ സർക്കാർ തിരുത്തണമെന്ന് സമസ്ത AP വിഭാഗം. രാഹുൽ ഈശ്വർ വീണ്ടും അധിക്ഷേപിക്കുന്നു എന്ന പരാതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവത. സമൂഹ മാധ്യമത്തിലൂടെ തന്നെ ആക്ഷേപിച്ച രാഹുൽ ഈശ്വർ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു. ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യം. SIT മേധാവി പൂങ്കുഴലിക്ക് പരാതി കൈമാറിയ അതിജീവത. ഛത്തീസ്ഗഡിലെ മാളിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾ അടിച്ചു തകർത്ത ബജ്രംഗദൾ പ്രവർത്തകർക്ക് പൂമാലയിട്ട് സ്വീകരണം. കേസിൽ ജാമ്യം ലഭിച്ച 6 പ്രതികളെയും ആഘോഷപൂർവ്വം സ്വീകരിച്ചത് അനുയായികൾ. ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വിമർശനം. മിന്നലാക്രമണം നടത്തി ബന്ദിയാക്കിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയെ ന്യൂയോർക്കിലെ ഡിറ്റൻഷൻ സെന്ററിൽ എത്തിച്ചു. വെനസ്വേലയുടെ തലവനെ കൈവിലങ്ങണിയിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യം പുറത്തുവിട്ട് അമേരിക്ക. അമേരിക്കൻ ലഹരി വിരുദ്ധ സേന നാളെ ചോദ്യം ചെയ്യും. വെനസ്വേലയുടെ ഇടക്കാല പ്രസിഡന്റായി ഡെൽസി റോഡ്രിഗസിനെ പ്രഖ്യാപിച്ചു. വെനസ്വേലയിലെ അധിനിവേശത്തിനെതിരെ അമേരിക്കയിൽ വ്യാപക പ്രതിഷേധം. വൈറ്റ് ഹൌസിന് മുന്നിൽ ട്രംപിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് ജനക്കൂട്ടം. അതിരൂക്ഷമായി വിമർശിച്ച് ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി. പരമാധികാര രാജ്യത്തിനുമേൽ ഏകപക്ഷീയ ആക്രമണം നടത്തി പ്രസിഡന്റിനെ ബന്ദിയാക്കിയെന്ന് കുറ്റപ്പെടുത്തൽ. വെനസ്വേലയ്ക്ക് ഐക്യദാർഢ്യവുമായി കൂടുതൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. അമേരിക്കൻ സൈനിക നടപടിയെ തള്ളിപ്പറഞ്ഞു ബ്രസീലും കൊളംബിയയും. യാത്രാ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഇന്ത്യ. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പൗരന്മാർക്ക് നിർദ്ദേശം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 2ാം വാരമെന്ന് സൂചന. വോട്ടെടുപ്പ് ഒറ്റഘട്ടമായി നടത്തും. മാർച്ചിൽ വിജ്ഞാപനമിറങ്ങും. ഫലപ്രഖ്യാപനം മെയ് ആദ്യവാരം. ഒരുക്കങ്ങൾ വേഗത്തിലാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ ഇടതുമുന്നണി യോഗം ജനുവരി 9-ന്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ഭരണവിരുദ്ധ വികാരവും സംഘടനാ വീഴ്ചകളും വഴിവെച്ചെന്ന് CPI വിലയിരുത്തൽ. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു നിയമക്കുരുക്കിലായതോടെ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഏറ്റെടുക്കാൻ CPIM-ൽ ആലോചന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരമോഹം പരസ്യമാക്കിയ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ വീണ്ടും പോസ്റ്റർ. നാദാപുരത്തിന് മുല്ലപ്പള്ളിയെ വേണ്ടെന്ന് പരാമർശം. മത്സരിക്കാൻ വന്നാൽ തോൽപ്പിക്കുമെന്നും മുന്നറിയിപ്പ്. കൊടിക്കുന്നിൽ സുരേഷിനെ ഉന്നമിട്ട് കൊല്ലം കോൺഗ്രസിൽ വീണ്ടും പരാതി. കൊട്ടാരക്കര നഗരസഭയിലെ തിരിച്ചടി പരിശോധിക്കണമെന്നാവശ്യം. ന്യൂസ് മലയാളം ബിഗസ്റ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി സീറ്റിൽ അവകാശവാദവുമായി മുസ്ലിം ലീഗ്. പാർട്ടിക്ക് വിജയസാധ്യതയുള്ള മണ്ഡലമെന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റി. സമ്മർദ്ദം ശക്തമാക്കാൻ സംസ്ഥാന നേതൃത്വത്തിലും ധാരണ. മത്സരിപ്പിക്കാവുന്നവരുടെ പേരും ചർച്ചയിൽ.
മറ്റത്തൂർ കോൺഗ്രസിലെ കൂറുമാറ്റ പ്രതിസന്ധിയിൽ ഭാഗിക പരിഹാരം. രാജി പ്രഖ്യാപിച്ച് വൈസ് പ്രസിഡന്റ്. KPCC നേതൃത്വത്തിന് ഉടൻ രാജിക്കത്ത് കൈമാറും. പ്രസിഡന്റ് SC ജോസ് രാജിവെക്കില്ല. പ്രസിഡന്റ് സ്വതന്ത്രയെന്ന് TM ചന്ദ്രന്റെ ന്യായീകരണം. ഭിന്നശേഷി നിയമനത്തിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിന് മറുപടിയുമായി മന്ത്രി V ശിവൻകുട്ടി. തസ്തികകളിൽ ആളെ കിട്ടാത്തതിന്റെ കുറ്റം സർക്കാരിന് ഏറ്റെടുക്കാനാകില്ലെന്ന് മന്ത്രി. വാഗ്ദാനങ്ങളല്ലാതെ സർക്കാർ ഒരു ഇടപെടലും നടത്തിയില്ല എന്ന് മാർ തോമസ് തറയിൽ. നിയമനക്കുരുക്കിൽപ്പെട്ടവർ ഇപ്പോഴും ദുരിതത്തിലെന്നും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കുസാറ്റ് പരീക്ഷാ കൺട്രോളർ ഡോക്ടർ N മനോജിനെ 2006 റീഡറായി നിയമിച്ചത് യോഗ്യതയില്ലാതെ. അധ്യാപന പരിചയമില്ലാത്ത മനോജിന് നിയമനം നൽകിയത് UDF സിൻഡിക്കേറ്റ്. മനോജിന് യോഗ്യതയില്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ ന്യൂസ് മലയാളത്തിന്. കലുങ്ക് സംവാദത്തിനിടെ തൃശൂരിൽ സുരേഷ് ഗോപി അപമാനിച്ചുവിട്ട കൊച്ചുവേലായുധന് വീടൊരുക്കി CPIM. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ താക്കോൽ കൈമാറി. വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് 75 ദിവസങ്ങൾ കൊണ്ട്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിൽ വൻ അഗ്നിബാധ. തീ പടർന്നത് 2ാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ബൈക്ക് പാർക്കിംഗ് കേന്ദ്രത്തിൽ. 300ഓളം ബൈക്കുകളും ഷെഡും കത്തിയമർന്നു. റെയിൽവേ ലൈനിൽ നിന്നും തീപ്പൊരി വീണെന്ന് പ്രാഥമിക നിഗമനം. ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് DGP. വിശദാന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി K രാജൻ. ആശുപത്രിയിലേക്കുള്ള യാത്രയ്ക്കിടെ കാറിനുള്ളിൽ കുഞ്ഞിന് ജന്മം നൽകിയ യുവതി. പ്രസവ വേദന അനുഭവപ്പെട്ട കണ്ണൂർ സ്വദേശിക്ക് തുണയായി കൊച്ചി ലേക്ക് ഷോറിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം. പ്രസവം നടത്തിയത് ആശുപത്രി വളപ്പിലെത്തിയ കാറിനുള്ളിൽ വെച്ച്. യുവതിയും കുഞ്ഞും സുരക്ഷിതർ. പാലക്കാട് ആലത്തൂരിൽ വയോധികയെ വീട് കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച BJP പ്രവർത്തകൻ പിടിയിൽ. അതിക്രമത്തിന് ശേഷം കടന്ന സുരേഷിനെ പിടികൂടിയത് പഴനിയിൽ വെച്ച്. പീഡനശ്രമം, വധശ്രമ കുറ്റങ്ങൾ ചുമത്തിയുള്ള കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതുടൻ. സൗദി അറേബ്യ മദീനയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളി കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് മലപ്പുറം മഞ്ചേരി സ്വദേശികൾ. 3 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ജിദ്ദയിൽ സ്ഥിരതാമസമാക്കിയ കുടുംബം. മൂവാറ്റുപുഴ കടാതി പള്ളിയിൽ ആചാരവെടിക്കിടെ അപകടം. കതിന നിറയ്ക്കുന്നതിനിടെ ഉണ്ടായ പൊട്ടിത്തെറിയിൽ ഒരാൾക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് ഗുരുതര പരിക്ക്. സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളി വികാരിക്കും ട്രസ്റ്റികൾക്കുമെതിരെ സ്ഫോടക വസ്തു നിയമ ലംഘനപ്രകാരം കേസെടുത്ത് പോലീസ്. വിമാനയാത്രയിൽ പവർ ബാങ്ക് ഉപയോഗത്തിന് നിരോധനം. യാത്രയ്ക്കിടെ മൊബൈൽ ടാബ് ഉൾപ്പെടെ പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നത് വിലക്കി DGCA. നടപടി ലിഥിയം ബാറ്ററികൾ തീപിടുത്തത്തിന് വഴിവെക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് പവർ ബാങ്കുകൾ ലഗേജിൽ സൂക്ഷിക്കുന്നതിനും അനുമതിയില്ല. വെനസ്വേലയിലെ അമേരിക്കൻ ആക്രമണത്തിനെതിരെ ഡൽഹിയിൽ ഇടതു പാർട്ടികളുടെ പ്രതിഷേധം. മോദി സർക്കാർ അമേരിക്കൻ അധിനിവേശത്തെ എതിർക്കണമെന്ന ആഹ്വാനം. പ്രതിഷേധത്തിൽ പങ്കെടുത്ത് JNUവിലെ വിദ്യാർത്ഥി സംഘടനകൾ. ലവ് ജിഹാദ് തടയാൻ വീടുകളിൽ നിന്നും ശ്രമമുണ്ടാകണമെന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. ഹിന്ദു പെൺകുട്ടികൾ മതം മാറുന്നതിലേക്ക് നയിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ആശയവിനിമയം ഉണ്ടാകണം. സംസ്കാരം പകർന്നു നൽകുന്നതിലെ കുറവാണ് മതപരിവർത്തനത്തിന് കാരണമെന്നും മോഹൻ ഭാഗവത്. ഒഡീഷ ധെങ്കാനാലിലെ ക്വാറിയിൽ വൻ സ്ഫോടനം. 4 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർ കുടുങ്ങി. അപകടം അനധികൃതമായി പ്രവർത്തിച്ച ക്വാറിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ബലാത്സംഗ കേസിൽ അഴിക്കുള്ളിലായ ദേര സച്ച സൗദ തലവൻ ഗുർമീത് റാം റഹീമിന് വീണ്ടും പരോൾ. 9 വർഷത്തിനിടെ പുറത്തിറങ്ങിയത് 14 തവണ. തുടർച്ചയായി ഇളവ് നൽകുന്നത് അനുയായികളെ പീഡിപ്പിച്ചതിന് 20 വർഷവും മാധ്യമപ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തവും ശിക്ഷ അനുഭവിക്കുന്നതിനിടെ. ജമ്മു കശ്മീരിൽ അനധികൃതമായി VPN ഉപയോഗിക്കുന്നവരെ പൂട്ടാൻ ഉറച്ചു പോലീസ്. നിരോധനം മറികടന്നവരെ കണ്ടെത്താൻ 10 ജില്ലകളിൽ പരിശോധന തുടരുന്നു. പുൽവാമയിൽ 43 പേർക്കും സോപ്പോറിൽ 15 പേർക്കുമെതിരെ നിയമ നടപടി.
ഇറാനിൽ കത്തിപ്പടർന്ന ജനകീയ പ്രക്ഷോഭത്തിനെതിരെ വീണ്ടും മുന്നറിയിപ്പുമായി പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. പ്രതിഷേധക്കാരെ നിലക്കി നിർത്താൻ അറിയാമെന്ന് താക്കീത്. നിർദ്ദേശം ലഭിച്ചാലുടൻ നടപടിയിലേക്ക് സുരക്ഷാ സേന. പ്രക്ഷോഭത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 10 പേർ. സ്വിറ്റ്സർലൻഡിലെ റിസോർട്ട് തീപിടുത്തത്തിൽ ഉടമകൾക്ക് കുരുക്ക്. ഫ്രഞ്ച് പൗരന്മാരായ ദമ്പതികൾക്കെതിരെ നരഹത്യാ കുറ്റം അടക്കം ചുമത്തി കേസ്. 40 പേരുടെ ജീവനെടുത്ത ദുരന്തത്തിൽ തിരിച്ചറിഞ്ഞത് 8 സ്വിസ് പൗരന്മാരെ മാത്രം. കോമയിൽ നിന്ന് അത്ഭുതകരമായ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ഓസ്ട്രേലിയൻ മുൻ ക്രിക്കറ്റ് താരം ഡാമിയൻ മാർട്ടിൻ. മെനഞ്ചൈറ്റിസ് ബാധിതനായി അബോധാവസ്ഥയിലായ താരം സംസാരിച്ചു തുടങ്ങിയ ആദം ഗിൽക്രിസ്റ്റ്. ഡോക്ടർമാർക്കും പിന്തുണച്ചവർക്കും നന്ദിയെന്ന് മാർട്ടിന്റെ കുടുംബം. 2020 ലോകകപ്പിൽ കളിക്കാൻ ഇന്ത്യയിലേക്ക് വരില്ല എന്ന് ബംഗ്ലാദേശ്. സുരക്ഷാ കാരണങ്ങളാൽ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന് ICCയോട് ആവശ്യപ്പെട്ടു. നീക്കം മുസ്തഫിസുർ റഹ്മാനെ IPL കളിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ ലോകകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഫുട്ബോളിലെ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. ISL 12ാം സീസൺ ഉടൻ ഉണ്ടാകുമെന്ന് AIFF. പുതിയ സീസണിന്റെ തീയതികൾ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കും. തീരുമാനം AIFF എമർജൻസി കമ്മിറ്റിയുടെ യോഗത്തിന് പിന്നാലെ. 45ാം വയസ്സിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ കളിക്കാൻ ഇതിഹാസ താരം വീനസ് വില്യംസ്. വൈൽഡ് കാർഡ് എൻട്രി സ്വീകരിച്ച് അമേരിക്കൻ താരം. ഓസ്ട്രേലിയൻ ഓപ്പൺ കളിക്കുന്ന പ്രായമേറിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കും. ടൂർണമെന്റ് തുടങ്ങുക ഈ മാസം 18-ന്.